നമ്മുടെ വീട്ടിലൊരു അക്വേറിയം വെറുതെ എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിൽ കുറച്ച് മത്സ്യങ്ങളിട്ട് അതിൽ സമ്മേഴ്സൽ, ഇത് 11 വർഷത്തിൻ്റെ ഒരു സമ്മേഴ്സൽ പമ്പാണ്. അതിൻ്റെ ഔട്ട് വരുന്നത് 1 ഇഞ്ചാണ്. 1 ഇഞ്ചിൻ്റെ ഔട്ട് വന്ന് നേരെ ഒരു ടീ വെച്ച് സ്പ്ലിറ്റ് ചെയ്തു. ഒന്നിക്ക് അരായിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് ഇതിലേക്ക് തന്നെ ചാടിച്ചു. ഈ ഭാഗം നേരെ ഗ്രോ ബെഡിലേക്കാണ് പോകുന്നത്. ഇത് 4 ഗ്രോ ബെഡുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ആദ്യം നിറയുന്ന ഗ്രോ ബെഡുകളൊന്ന് റെഡ്യൂസ് ചെയ്ത് കൊടുക്കണം നമ്മൾ. ഇതേപോലെ ഇത് ഒന്നിക്ക് അര അല്ലെങ്കിൽ മുക്കാൽക്ക് അരായിട്ട് റെഡ്യൂസ് ചെയ്ത് ഇതേപോലെ ഒരു ബുഷ് വെച്ച് കൊടുത്താൽ മതി ഉള്ളിൽ. ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഒരു ബുഷ് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു മീഡിയ ഗാർഡ് വെച്ച് കൊടുക്കുക. ഇതേപോലെ ഒരു 3 ഇഞ്ചിൻ്റെ പൈപ്പ്, നമുക്ക് കൈയിടാവുന്ന ഒരു 3 ഇഞ്ചിൻ്റെ പൈപ്പ് നിറയെ ദ്വാരങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കുക. ഇതേപോലെ ഇതിനകത്ത് വെച്ചിട്ടുള്ള ഗ്രോ ബെഡാണ്. ഇതിൽ നിന്ന് വരുന്ന ആ റെഡ്യൂസ് ചെയ്തിട്ടുള്ള ആ കണക്ഷൻ ഇതിലേക്കാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് ഇത് പ്രവർത്തിക്കുന്നത് ഒരു ടൈമറിലാണ്. ഇതിന് സൈഫണില്ല, ടൈമറിലാണ്. ഇതൊരു 1.5 മിനിറ്റ് കൊണ്ട് ഇത് ഈ ഗ്രോ ബെഡുകളിലെല്ലാം നിറയുന്നുണ്ട്. ഏകദേശം ഒരു 2 ഇഞ്ച് താഴെ വരെ വെള്ളം നിറയുന്നുണ്ട് ഈ ഗ്രോ ബെഡുകളിൽ. അപ്പോൾ 1.5 മിനിറ്റ് കൊണ്ട് നിറഞ്ഞ് ഒരു 2 മിനിറ്റ് ഓഫ് ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 മിനിറ്റ് കൊണ്ട് മൊത്തം ഡ്രെയിനായി പോകുന്നു. ഇതിലൂടെ തന്നെ റിട്ടേൺ വരും, കുറച്ച് സമ്മേഴ്സൽ പമ്പിലൂടെ റിട്ടേൺ വരും. വീണ്ടും 2 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും ഇതിലേക്ക് വെള്ളം നിറയും, വീണ്ടും ഡ്രെയിനാവും, വീണ്ടും നിറയും, വീണ്ടും ഡ്രെയിനാവും. ഇത്രയുള്ള സംഭവം. ഇതാണ് ഈ അക്വാപോണിക്സിൻ്റെ പ്രവർത്തനം. വേറൊരു സംഗതി ഇല്ല. പലരും ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ വീട്ടിലുണ്ടായിത്തരും. ഇതൊക്കെ ഉണ്ടാക്കാൻ, സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ ഒരു പണിയില്ല. ഇനിയിപ്പോൾ പ്ലംബിങ് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലംബർ സഹായത്തോടുകൂടി ഇതൊന്ന് കാണിച്ചു കൊടുക്കുക. ഇത് എങ്ങനെയുള്ള സംഭവം ഇതൊന്ന് കാണിച്ചു കൊടുത്ത് അവർ കൊണ്ട് ചെയ്യിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വല്ല ഫ്ലാറ്റിൽ ജീവിക്കുന്നവർക്കായാലും സ്ഥലം കുറവുള്ളവർക്കായാലും ഇതേപോലെ ഒരു അക്വേറിയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ടാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ നിഷ്പ്രയാസം ഈ ഇങ്ങനെയുള്ളൊരു അക്വാപോണിക്സ് സെറ്റ് ചെയ്തിട്ട് ഇത് കണ്ടില്ലേ, ഇതിൽ 6 തക്കാളി തൈകളൊക്കെ ഗ്രോത്ത് കണ്ടില്ലേ. ഇപ്പോൾ പൂട്ട് തുടങ്ങിയിട്ടുണ്ട്, കുറച്ച് ദിവസമായിട്ടുള്ള വെച്ചിട്ട്. ഇതിൽ നിറച്ചിട്ടുള്ളത് ഇതാണ്, ക്ലേമീഡിയാണ്. ഇത് വെയ്റ്റ്ലെസ് ആണ്, അതുകൊണ്ട് ടെറസിൻ്റെ മേലെ കൃഷി ചെയ്യുന്നവർക്കൊക്കെ ഇത് നല്ലൊരു മീഡിയയാണ്. അപ്പോൾ ഇത് നിറച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വെയിറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് മറ്റ് ടെറസിൻ്റെ മേലെയും സ്ഥലം എല്ലായിടത്തോടത്തും ഒക്കെ വളരെ സിമ്പിൾ. ഇത് ഇത്രയുള്ള ഈ ചെറിയ സ്ഥലത്താണ് ഈ സംഭവം ചെയ്തിട്ടുള്ളത്. ഒരു 10 മത്സ്യവും 12 തക്കാളി തൈകളും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള തൈകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പച്ചക്കറിയും കുറച്ച് മത്സ്യങ്ങളും കിട്ടുകയും, ഇനി അലങ്കാര മത്സ്യങ്ങൾ വളർത്തണമെങ്കിൽ അതും ചെയ്യാം. വളരെ ഈസി ആയിട്ട് ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് നിങ്ങളുടെ ഉള്ള ഫിഷ് ടാങ്കിനെ ഇതേപോലെ, നിങ്ങളുടെ അക്വേറിയം ഇതേപോലെ അക്വാപോണിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്.